ഇപ്പോൾ മാമ്പഴ സീസൺ ആയതിനാൽ നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എരിവും പുളിയും മധുരവുമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണിത്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലേക്ക് നമ്മളിവിടെ 3 നാട്ടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണ്. അത് ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കതിലോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഞെരടി എടുക്കണം. അതിൻ്റെ തോലോട് കൂടി തന്നെ ഇങ്ങനെ ഞെരടുന്നത് അത് നല്ല അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ്. അതുപോലെ ചെയ്തതിന് ശേഷം എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. അത് നല്ല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. എന്നിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടതാണ്. ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർക്കണം. അതൊന്ന് നല്ല ഇളക്കി യോജിപ്പിക്കുക. ആദ്യം ഒരിക്കലും കൂടുതൽ ഉപ്പ് ചേർക്കാൻ പാടില്ല. നമ്മൾ ലാസ്റ്റിൽ അത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടി 1 കപ്പ് തേങ്ങയാണ് എടുക്കേണ്ടത്. അത് എടുത്തതിന് ശേഷം അതിലോട്ട് 1 കപ്പ് തൈരും ചേർക്കേണ്ടതാണ്. 2 ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി 1 കപ്പ് തൈരും ചേർക്കുക. എപ്പോഴും മാങ്ങയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമെങ്കിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അത് 3-4 മിനിറ്റായി. നല്ല അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് മാങ്ങയുടെ. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഒരു ചെറിയ പീസ് ശർക്കര ചേർക്കാവുന്നതാണ്. ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരം ഷുഗറും ചേർത്താലും നല്ലതായിരിക്കും. ഇനി അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ടിനി അരച്ച് വെച്ച ആ കൂട്ട് ചേർക്കാം. അതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണം. ഈ കറി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വേറൊരു കറിയുടെയും ആവശ്യമില്ല. സാവധാനം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ആ ജാറിലുള്ള ഇതുകൂടെ ഒന്ന് കഴുകി അതിലോട്ട് ഒഴിച്ചാൽ കുറച്ചുകൂടെ അത് ലൂസാകും. ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. അല്പം കൂടെ ഉപ്പിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തു. ഇനി നമുക്കതിൻ്റെ കടുവെല്ലാം വറുത്ത് ചേർക്കാം. അതിലോട്ട് കടുകും വറ്റൽ മുളകും എല്ലാം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് 3/4 ടീസ്പൂൺ കടുകും എന്നിട്ട് ഒരു 4 വറ്റൽ മുളക് കട്ട് ചെയ്ത് അതിലോട്ടിടുക. കറിവേപ്പിലയും കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതായിരിക്കും. 2 കപ്പ്. അപ്പോൾ അതെല്ലാം നല്ല വറുത്തെടുത്തു. ഇനി നമുക്ക് കൂട്ടിലോട്ട് അത് ഒഴിക്കാം. എന്നിട്ട് അതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് അങ്ങനെ തന്നെ വയ്ക്കണം. ഉടനെ അത് ഇളക്കാൻ പാടില്ല. അടച്ച് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ നല്ല അതിൽ ഇറങ്ങുകയുള്ളൂ. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി നമുക്കതൊന്ന് നല്ല ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് മാങ്ങയുടെ. ഈ കറി ഉണ്ടാക്കി 4-5 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ അല്പം തൈരും ചൂടുവെള്ളവും ഒഴിച്ചാൽ ഉടനെ ഉണ്ടാക്കിയതുപോലെ ടേസ്റ്റി ആയിരിക്കും. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.